ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എഡ്ജ്ബോർഡ്. ഇറ്റ്സ് മീ സൽസബിൻ, യുവർ എക്കണോമിക്സ് ടീച്ചർ എന്ന് പറയുന്ന പോലെ വീണ്ടും ഞാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഷുവർ ക്വസ്റ്റ്യനിലെ നാലാമത്തെ ഒരു ചോദ്യം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നോക്കിക്കോട്ടോ. എന്താണ് ആ ചോദ്യം? നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. സംഗതി സിമ്പിളാണ്. എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ പി ആൻഡ് എം പി. ഓക്കെ, എ പിയും എം പിയും തമ്മിലുള്ള റിലേഷൻ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാ തവണയും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ എ പിയും എം പിയും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, എ പി എം പിയും തമ്മിലുള്ള റിലേഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇത് മെയിനായിട്ട് എവിടെ നിന്ന് വരുന്ന ചാപ്റ്ററാണ്? നമ്മുടെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അല്ലേ, മൈക്രോ എക്കണോമിക്സിലെ 3rd ചാപ്റ്റർ ഉണ്ട്, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ നിന്നാണ് ഈ ചോദ്യം വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിൽ വരുന്നതാണ് ആവറേജ് പ്രൊഡക്റ്റ് ആൻഡ് മാർജിൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, കർവ് പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്? നമ്മൾ ടോട്ടൽ പ്രൊഡക്റ്റ് പഠിച്ചു, ദെൻ മാർജിൻ പ്രൊഡക്റ്റ് പഠിച്ചു, ദെൻ എന്ത് പഠിച്ചു? ആവറേജ് പ്രൊഡക്റ്റും പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെ വരുന്ന നമ്മുടെ കർവിലാണ് ഈ പറഞ്ഞ കോൺസെപ്റ്റുകളൊക്കെ പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു 4 മാർക്കെങ്കിലും അല്ലെങ്കിൽ ഒരു 3 മാർക്ക് നിങ്ങൾക്ക് ചോദിക്കാവുന്ന 3 മാർക്കിനാണ് 3 പോയിൻറ്റ്സാണ് പഠിക്കാനുള്ളത്. അപ്പോൾ 3 പോയിൻറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ദ കർവിൻ്റെ ഷേപ്പ് ഒന്ന് നോക്കിക്കോളൂ. ഇതാണ് ആക്ച്വലി മാർജിൻ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും തമ്മിലുള്ള ബന്ധം. ഓക്കെ, അപ്പോൾ റിലേഷൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് റിലേഷൻ ആണ് പറയുന്നത്. നോക്കണേ, നമ്മുടെ ആവറേജ് പ്രൊഡക്റ്റ് കൂടുന്ന സമയത്ത് നോക്കി, ആവറേജ് പ്രൊഡക്റ്റ് കൂടുക എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഈ പറഞ്ഞ ഗ്രീൻ കളർ അല്ലേ, ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ പ്രത്യേകത? അതിനേക്കാൾ കൂടുതലാണ് എന്ത്? എം പി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എഴുതിയേക്കാം, ആവറേജ് പ്രൊഡക്റ്റ് കൂടുന്ന സമയത്ത് എന്തായിരിക്കും? ആവറേജ് പ്രൊഡക്റ്റ് കൂടുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എം പി ഈസ് ഗ്രേറ്റർ ദാൻ എ പി എന്ന് വെച്ചാൽ എന്താണ്? ആവറേജ് പ്രൊഡക്റ്റ് കൂടുന്ന സമയത്ത് എന്തായിരിക്കും? ആവറേജ് പ്രൊഡക്റ്റ് കൂടുന്ന സമയത്ത് മാർജിൻ പ്രൊഡക്റ്റ് ആവറേജ് പ്രൊഡക്റ്റിനേക്കാൾ കൂടുതലായിരിക്കും എന്നർത്ഥം. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത്, ഓക്കെ, ആവറേജ് പ്രൊഡക്റ്റ് മാക്സിമം ആവുമ്പോൾ എന്താണ്? ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മാക്സിമത്തിലെത്തുന്ന സമയത്ത് അതായത് പി എന്ന് പറയുന്ന പോയിന്റിലെത്തുമ്പോൾ എന്തായിരിക്കും? ഈ പറഞ്ഞിരിക്കുന്ന മാർജിൻ പ്രൊഡക്റ്റും അതേപോലെ ആവറേജ് പ്രൊഡക്റ്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് അടുത്ത റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാർജിൻ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും ഈക്വൽ ആവുന്ന ഒരേ ഒരു പോയിന്റ് എപ്പോഴാണ്? ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മാക്സിമത്തിലെത്തുന്ന സമയത്താണ്. അപ്പോൾ ആവറേജ് പ്രൊഡക്റ്റ് മാക്സിമത്തിൻ്റെ പോയിന്റാണ് ഈ പറഞ്ഞിരിക്കുന്ന പി എന്ന് പറയുന്ന പോയിന്റ്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ റിലേഷനാണ് പറയുന്നത്. ആവറേജ് പ്രൊഡക്റ്റ് കൂടുന്ന പറഞ്ഞു, മാക്സിമത്തിൽ പറഞ്ഞു. ഇനി പറയുന്നത് കുറയുന്നതാണ്. ആവറേജ് പ്രൊഡക്റ്റ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? നോക്കിക്കോട്ടോ, ആവറേജ് പ്രൊഡക്റ്റ് കുറയുന്ന സമയത്ത് നമുക്കറിയാം അല്ലേ, എ പി കുറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് എന്ത് പറയുന്നുണ്ട്? എം പി കുറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എഴുതിയേക്കാം, എം പി ഈസ് ലെസ് ദാൻ എ പി, അഥവാ ആവറേജ് പ്രൊഡക്റ്റിനേക്കാൾ കുറവാണ് എന്ത്? എം പി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ 3 റിലേഷനാണ് നിങ്ങൾ മെയിനായിട്ട് ഇവിടെ പഠിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞിരിക്കുന്ന എ പി എം പി റിലേഷനിൽ പഠിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. ഈ ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദിക്കാറുണ്ട്. അപ്പോൾ 4 മാർക്ക് എന്നതിനേക്കാൾ ഉപരി ഒരു 3 മാർക്കിൻ്റെ ചോദ്യമായിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ്. കൃത്യമായിട്ട് എന്തിനാ പഠിച്ചു വെക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ഒരു റിലേഷനാണ് നിങ്ങൾ പഠിച്ചേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യം വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നന്നായിട്ട് പഠിക്കാൻ വീണ്ടും നിങ്ങളെ കൊണ്ട് സാധിക്കട്ടെ. അപ്പോൾ വീണ്ടും അടുത്തൊരു ചോദ്യമായിട്ട് കാണുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്. ഇറ്റ്സ് മീ സൽസബിൻ സൈനിങ് ഔട്ട് ഫ്രം എഡ്ജ്ബോർഡ്. ബൈ.